ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ തുടർ വിശേഷങ്ങളുമായിട്ടാണ്. തട്ടേക്കാട് മ്യൂസിയവും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളുടെ പൂന്തോട്ടം, നക്ഷത്രവനം എല്ലാം ഇവിടെയാണ്, ഈ ഏരിയയിലാണ് കേട്ടോ. ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഒരു കിളിയുടെ കൂട് ഈറ്റ കൊണ്ട് വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നതാണ് കാണുന്നത്. അവിടെ നമുക്ക് ഇരിക്കുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അതിന് ചുറ്റുമായിട്ട് വൃക്ഷങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരുകളും എല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇലച്ചെടികൾ ചുറ്റും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വളരെ കളർഫുള്ളാണ്. ബട്ടർഫ്ലൈ പാർക്ക് മ്യൂസിയവും. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പക്ഷി സങ്കേത വിജ്ഞാന കേന്ദ്രം. അതിൻ്റെ തൊട്ടിപ്പുറത്താട്ടോ ബട്ടർഫ്ലൈ പാർക്ക്. നമ്മൾ ഇങ്ങനെ മേളിലേക്ക് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ തന്നെ ഡോക്ടർ സലീം അലിയുടെ പടം വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം അല്പം ചരിത്രം എന്നും പറഞ്ഞ് ഒരു ആമുഖം, ഇൻട്രൊഡക്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് ഫ്രണ്ട് ഓഫീസിട്ടാണ് നേരെ ചെല്ലുന്നത്. അവിടെ സ്വാഗതം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് റിസപ്ഷൻ, ഫ്രണ്ട് ഓഫീസാണിത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മളെ കാത്തിരിക്കുന്ന ഒത്തിരിയും കാര്യങ്ങൾ കാണാൻ നമുക്കിവിടെ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കടന്നു. ഇനി നമ്മൾ ആദ്യം ഒരു പറക്കൽ എന്ന ഹെഡിങ്ങോടുകൂടി അതിൻ്റെ താഴെ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പറക്കും ഓന്ത് പടം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കടവാവൽ, അതിൻ്റെ ചിത്രവും വരച്ച് വെച്ചിട്ടുണ്ട്. കടവാവലിൻ്റെ പടം പറന്നു പോകുന്നതായിട്ട്, അതുപോലെ തന്നെ ഓന്തും പറന്നു പോകുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗരുഡ ശലഭം, പിന്നെ മലബാർ പറക്കും തവള, അതും വരച്ച് വെച്ചിട്ടുണ്ട്. രണ്ടാമത്താണ് പരിണാമം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഒത്തിരി വായിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സമയം നമുക്കവിടെ നിന്ന് വിശദമായിട്ട് വായിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ അത്. പക്ഷികളെയൊക്കെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്കും അതിനെക്കുറിച്ച് പഠനം നടത്തുന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാക്കി പോകാനായിട്ട് കഴിയും. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ പ്രത്യേകതകൾ കണ്ടോ. തൂവലുകൾ, അതിൻ്റെ പ്രത്യേകതകൾ എല്ലാം ഓരോ സെക്ഷനായിട്ട് തിരിച്ച് ഓരോന്ന് ചിത്രീകരണത്തിലൂടെ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതി ഒക്കെയാണ് അവരിവിടെ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ അറിയുവാനും പഠിക്കുവാനും ഒക്കെ കഴിയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പരുന്തിൻ്റെ പടം വെച്ച് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെയെല്ലാം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി പക്ഷികളെ കാണാൻ കഴിയും കേട്ടോ. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഓരോ സവിശേഷതകൾ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ വന്ന് വായിച്ചു നോക്കുമ്പോൾ അതെല്ലാം അറിയാൻ പറ്റും. ഇന്ത്യൻ മഞ്ഞക്കിളി നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നമ്മുടെ പൊന്മാൻ എന്നൊക്കെ പറയുന്ന സംഭവം. അതുപോലെ എല്ലാ പക്ഷികളും ചിത്രങ്ങളും അവയുടെ ഓരോ സവിശേഷതകളും എല്ലാം വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊക്കിൻ്റെ തന്നെ പല തത്തമ്മയുടെ കൊക്ക്, അതുപോലെ ഓരോ പക്ഷികളുടെ കൊക്കിനെ കുറിച്ച് ആട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവ ഭക്ഷണം ഭക്ഷിക്കുന്നതും എല്ലാം അതിൻ്റെ പ്രത്യേകതകളും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാ പക്ഷികളുടെ കൊക്കും ഒരുപോലെയല്ല, വ്യത്യസ്തമായിട്ടല്ലേ. അപ്പോൾ അതെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പക്ഷികളുടെ കാലുകൾ എല്ലാം വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ പക്ഷികളുടെ പടവും അതിൻ്റെ നേരെ അതിൻ്റെ കാലുകളും എല്ലാം
സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഓടിച്ചിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, കളർഫുള്ളല്ലേ പെയിൻറ്റിങ്, മഞ്ഞ പെയിൻറ്റിങ്, അതിൻ്റെ ഇടയ്ക്ക് പക്ഷികളുടെ പടവും എല്ലാം നല്ല രസമാണ്. അടുത്ത ഇതിലേക്ക് നമ്മൾ കിടക്കുന്ന പക്ഷികളുടെ ഭക്ഷ്യശൃംഖല എന്നും പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് അവയുടെ പടമൊക്കെ വരച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം എല്ലാം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളെല്ലാം എഴുതി വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എഴുതി ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. പ്രാണികളെ ഭക്ഷിക്കുമെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്. കണ്ടോ, മരമൊക്കെ വരച്ച് അതിൻ്റെ മേലെ ഓന്തിനെയൊക്കെ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കൂടുകൾ എന്ന് പറഞ്ഞ് പക്ഷികളുടെ കൂടുകളെക്കുറിച്ചുള്ള പഠനം, അതിനെക്കുറിച്ചുള്ള അറിവുകളും നമുക്ക് കിട്ടും. എല്ലാം അവർ വളരെ മനോഹരമായിട്ടാട്ടോ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. മരത്തിൽ പക്ഷികൾ ഇരിക്കുന്നതായിട്ട്, പക്ഷികൾ നമ്മുടെ ചങ്ങാതികൾ എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ്ങോടുകൂടി പക്ഷികളെക്കുറിച്ച് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പഴങ്ങൾ, വിത്തുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട് കേട്ടോ. പക്ഷികൾ മാത്രമല്ല, സസ്തനികൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ ഒരു ഭാഗവും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൃഗങ്ങളെക്കുറിച്ച് അറിയുവാനും നമുക്ക് കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇഴജന്തുക്കൾ, അവരുടെ വംശനാശം വന്നുകൊണ്ടിരിക്കുന്നത് എത്ര ഇനങ്ങളുണ്ട് എന്നെല്ലാം വളരെ മനോഹരമായിട്ടാണ് എഴുതി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ഫുള്ളും അവയെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളാണ് കേട്ടോ. നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ കണ്ടോ, പക്ഷികളുടെ കൊക്കുകളുടെ തലയുടെ ഇതൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ കഴിയും. ഓരോ പക്ഷികളുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവയുടെ ഓരോ പാർട്സ് നമുക്ക് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷികളെക്കുറിച്ച് കൂടുതൽ ഒത്തിരി പഠിക്കുന്നവർക്ക് വളരെ ഉപകാരമായിട്ടോ ഇവിടെ വരുന്നത്. എല്ലാം അറിയാൻ കഴിയും. ഫുള്ളായിട്ട് നമ്മൾ ഡിക്ഷണറി നോക്കുന്ന പോലെ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാനും, നേരിട്ട് കാണാനും, അറിയാനും, പഠിക്കാനും എല്ലാം സാധിക്കും. നേരത്തെ ഓരോ പക്ഷികളുടെ പേര്, തൂവലുകളൊക്കെ ശേഖരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പക്ഷികളുടെ തൂവലുകളൊക്കെ ശേഖരിച്ച് അതിന് നേരെ പേരൊക്കെ എഴുതിയൊരു ആൽബം പോലെ റെഡിയാക്കുമായിരുന്നു. അന്ന് നമുക്ക് ഇത്ര അറിവൊന്നുമില്ല, മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലായിടത്തും പറമ്പൂഴിയൊക്കെ നടന്ന് ഒരേ തൂവലൊക്കെ കിട്ടുന്നത് എടുത്തുകൊണ്ട് വന്ന് ഒട്ടിച്ച് പേരൊക്കെ എഴുതി വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുമായിരുന്നു. നമുക്ക് അതിന് ഗ്രേഡും കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ, ഒരു പക്ഷിയെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് മൊബൈലിലൊന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും. പിന്നെ ഇതുപോലെയുള്ള മ്യൂസിയങ്ങളിലൊക്കെ വന്ന് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അനുഭവം വേറൊന്നും കേട്ടോ. നമുക്കറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അറിയാൻ കഴിയും. പിന്നെ പക്ഷികൾ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒത്തിരി പക്ഷികൾ എല്ലാം അവയെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പശ്ചിമഘട്ടത്തിലെ സ്ഥാനിയായ പക്ഷികളെന്നും പറഞ്ഞ് കുറേ പക്ഷികളുടെ പടങ്ങൾ കൊടുത്തിട്ട് അവയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുറേ ഇനം പക്ഷികളെ നമുക്ക് കാണുവാനും പരിചയപ്പെടാനും കഴിയും. പിന്നെ മൂങ്ങകളുടെ ഒരു വിഭാഗമാട്ടോ അടുത്തത്. കാലംകോഴി, പിന്നെ മൂങ്ങ, വെള്ളിമൂങ്ങ,
അങ്ങനെ മൂങ്ങകളുടെ ഒരു സെക്ഷൻ തന്നെ കേട്ടോ. അത് ഈ മൺപുറ്റ് പോലത്തെ ഒരു സംഭവം കൊണ്ടാട്ടോ ഒരു ഇതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ലൈറ്റൊക്കെ കൊടുത്ത് പേരൊക്കെ എഴുതി വളരെ മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അകലെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ ലൈറ്റോട് കൂടി എല്ലാം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം നമുക്കത് ഇവിടെ വ്യക്തമായിട്ട് കാണാനും പേരുകൾ എഴുതിയേക്കുന്നത് വായിക്കുവാനും ഒക്കെ ആയിട്ടാണ് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാപ്പിൽ കുറേ കാര്യങ്ങളെല്ലാം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും കാണാൻ കഴിയും. പിന്നെ പക്ഷികളെക്കുറിച്ചുള്ള കാര്യങ്ങളാട്ടോ വീണ്ടും എഴുതിയിരിക്കുന്നത്. 2-3 മുറികളിലായിട്ടാണ് ഇതെല്ലാം എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിത്രശലഭങ്ങളാണ് അടുത്തത്. ചിത്രശലഭങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. തുമ്പികൾ, ചിത്രശലഭങ്ങൾ, തവളകൾ, അതുപോലെ കണ്ടോ പലതരത്തിലുള്ള തവളകൾ. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയുവാനും കാണാനും പഠിക്കുവാനും കഴിയും. അടുത്ത വേഴാമ്പലിനെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നാട്ടുവേഴാമ്പൽ, അങ്ങനെ കുറേ കോഴി വേഴാമ്പൽ, അങ്ങനെ വേഴാമ്പലിൻ്റെ വിവിധ തരത്തിലുള്ള പേരുകൾ, അവ എന്താണെന്ന് അറിയപ്പെടുന്നതെന്നെല്ലാം വ്യക്തമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഴാമ്പൽ എന്ന് മാത്രമല്ല കേട്ടിട്ടുള്ളൂ, അതിൻ്റെ പല വിളിപ്പേരുകൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് കഴിയും. പിന്നെ അതുപോലെ തന്നെ പക്ഷികളുടെ കൂടുകൾ വീണ്ടും മനോഹരമായിട്ട് ഈ മരത്തിൻ്റെ ചില്ലുകൾ പോലെ ഘടിപ്പിച്ചിട്ട് അതിനകത്ത് കൂടുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഓരോ പക്ഷികളുടെ കൂടുകൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലതിൻ്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മ്യൂസിയത്തിലെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകാൻ നേരത്ത് ചെറിയൊരു തപ്പൽ വന്നു. തിരിച്ച് ഏതിലേ പോകണ്ടേന്ന് ചെറിയൊരിത് വന്നു കേട്ടോ. കാരണം വെച്ചാൽ കയറി വന്ന് ഇങ്ങനെ ഒരേ സെക്ഷനായിട്ട് കിടന്നല്ലേ വന്നേ. അപ്പോൾ തിരിച്ചിറങ്ങി പോകാൻ നേരത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഇത് വന്നു. കാരണം എല്ലാ മുറിയും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് ചെറിയൊരു ഡൗട്ട്. എന്തായാലും താഴെ എത്തി കേട്ടോ. എല്ലാവരും ഇവിടെ വരിക, ഇതെല്ലാം കാണുക, ആസ്വദിക്കുക. അതുപോലെ തന്നെ ഇവയെക്കുറിച്ചൊക്കെ അറിയുക. ഞങ്ങൾക്ക് ബട്ടർഫ്ലൈ പാർക്കിൽ മാത്രമായിട്ടോ കയറാൻ പറ്റാതിരുന്നത്. പക്ഷേ വളരെ മനോഹരമായിരുന്നു കാണാനായിട്ട്. പക്ഷേ അവിടെ കയറാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി. അപ്പോൾ വരുന്നവർ രാവിലെ വരാൻ നോക്കുക. 4 മണി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. അവരതെല്ലാം ക്ലോസ് ചെയ്യും. ഞങ്ങൾക്കതാ പറ്റിയത്, കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് ചിത്രശലഭങ്ങളുടെ പാർക്കിൽ കയറാൻ പറ്റിയില്ല. വിവിധ തരത്തിലുള്ള ചിത്രശലഭങ്ങളെയൊക്കെ കാണാമായിരുന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. അപ്പോൾ കൂട്ടുകാരെല്ലാം നേരത്തെ വരിക, കാണുക, കണ്ട് ആസ്വദിക്കുക. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.